നമസ്കാരം, മിനിറ്റ് ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ. പ്രധാന വാർത്തകൾ. തലപ്പള്ളി താലൂക്ക് ആസ്ഥാനത്ത് നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ കെ രാധാകൃഷ്ണൻ MP പതാക ഉയർത്തി. ജനപ്രിയ സിനിമകളിലൂടെ മലയാളികളുടെ പ്രിയങ്കരനായ സംവിധായകൻ ഷാഫി അന്തരിച്ചു. ഷാഫിയുടെ വിയോഗത്തിലൂടെ നഷ്ടമായത് ജനപ്രിയ സിനിമകളുടെ സംവിധായകൻ എന്ന് പിണറായി വിജയൻ. സഹകരണ പ്രസ്ഥാനങ്ങൾ ജനങ്ങളുടേതാണെന്ന് AC മൊയ്തീൻ MLA. വാർത്തകൾ വിശദമായി. തലപ്പള്ളി താലൂക്ക് ആസ്ഥാനത്ത് നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ കെ രാധാകൃഷ്ണൻ MP പതാക ഉയർത്തി. തലപ്പള്ളി താലൂക്ക് ആസ്ഥാനത്ത് നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ കെ രാധാകൃഷ്ണൻ MP പതാക ഉയർത്തി. നമ്മുടെ രാജ്യം ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആയതിൻ്റെ 76ാം വാർഷിക ദിനമാണ് നമ്മുടെ രാജ്യം ഇന്ന് ആഘോഷിക്കുന്നത്. ആ റിപ്പബ്ലിക് ദിന പരിപാടിയുടെ ഭാഗമായിക്കൊണ്ടാണ് ഇന്ന് നമ്മുടെ ഈ താലൂക്ക് അങ്കണത്തിൽ വിവിധ ജനവിഭാഗങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള ഈ ദിനാഘോഷം നാം സംഘടിപ്പിക്കുന്നത്. ഇവിടെ നേരത്തെ നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ താലൂക്കിൽ നിരവധി വർഷമായിട്ട് ഈ ദിനാഘോഷങ്ങൾ ആഘോഷിക്കുക. എല്ലാ ജനവിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയത് 1947 എന്ന് നമുക്കറിയാം. ഇവിടെ സൂചിപ്പിച്ച പോലെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് കീഴിലായിരുന്നു നമ്മുടെ രാജ്യം. മഹാഭൂരിപക്ഷത്തിനും യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, നഗരസഭാ കൗൺസിലർമാരായ PR അരവിന്ദാക്ഷൻ, ജമീല B, സന്ധ്യ കൊടക്കാടത്ത്, തഹസിൽദാർ രാജേഷ് MR എന്നിവർ പങ്കെടുത്തു. ജനപ്രിയ സിനിമകളിലൂടെ മലയാളികളുടെ പ്രിയങ്കരനായ സംവിധായകൻ ഷാഫി അന്തരിച്ചു. ജനപ്രിയ സിനിമകളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായ സംവിധായകൻ ഷാഫി അന്തരിച്ചു. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ 12:25 അന്ത്യം. ഉദരരോഗത്തിന് ചികിത്സയിലായിരുന്നു. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഈ മാസം 16 ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തിരക്കഥാകൃത്ത്, നിർമ്മാതാവ് എന്നീ നിലകളിലും ശ്രദ്ധേയനായിരുന്നു. കല്യാണരാമൻ, തൊമ്മനും മക്കളും, മായാവി, പുലിവാൽ കല്യാണം, ചട്ടമ്പിനാട്, ചോക്ലേറ്റ്, മേരിക്കുണ്ടൊരു കുഞ്ഞാട്, മേക്കപ്പ് മാൻ, 2 കൺട്രീസ്, ഷെർലക് ടോംസ് എന്നിവയടക്കം 18 സിനിമകൾ സംവിധാനം ചെയ്തു. ദില്ലിവാല രാജകുമാരൻ എന്ന സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായാണ് സിനിമാ ജീവിതം തുടങ്ങിയത്. 2001 ജയറാം നായകനായ വൺ മാൻ ഷോ എന്ന സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനായി. 2022 പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദമാണ് അവസാന ചിത്രം. റഷീദ് MH എന്നാണ് യഥാർത്ഥ പേര്. സംവിധായകനും നടനുമായ റാഫി സഹോദരനാണ്. ഭാര്യ ഷാമില, മക്കൾ അലീന, സൽമ. ഷാഫിയുടെ വിയോഗത്തിലൂടെ നഷ്ടമായത് ജനപ്രിയ സിനിമകളുടെ സംവിധായകൻ എന്ന് പിണറായി വിജയൻ. മലയാളി പ്രേക്ഷകന്റെ ഹൃദയത്തിൽ ഇടം നേടിയ അനേകം ജനപ്രിയ സിനിമകളുടെ സംവിധായകനെയാണ് ഷാഫിയുടെ വിയോഗത്തിലൂടെ നഷ്ടമായിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സഹസംവിധായകൻ, സംവിധായകൻ, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ് എന്നിങ്ങനെ ചലച്ചിത്രത്തിന്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചാണ് ഷാഫി വിട പറഞ്ഞത്. പ്രയത്നശാലിയായ ചലച്ചിത്രകാരനായിരുന്നു ഷാഫി എന്നും മുഖ്യമന്ത്രി സ്മരിച്ചു. പ്രേക്ഷക മനസ്സ് വായിച്ചുകൊണ്ടാണ് കഥാപാത്രങ്ങളെയും കഥാവസരങ്ങളെയും അദ്ദേഹം രൂപപ്പെടുത്തിയത്. ഷാഫി സിനിമകൾ സംഭാവന ചെയ്ത ഹാസ്യ കഥാപാത്രങ്ങൾ പലതും തലമുറകൾ കൈമാറി ഏറ്റെടുക്കപ്പെട്ടു. നർമ്മ മുഹൂർത്തങ്ങൾ കൊണ്ട് സമൃദ്ധമായ ആ സിനിമകൾ മലയാളത്തിന്റെ അതിർത്തി വിട്ടും സ്വീകാര്യത നേടിയതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആ യുവപ്രതിഭയുടെ അകാലത്തിലുള്ള വിയോഗം മലയാള സിനിമയ്ക്ക് വലിയ നഷ്ടമാണ്. കുടുംബാംഗങ്ങളുടെയും ഷാഫിയെ സ്നേഹിക്കുന്നവരുടെ ആകെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി മുഖ്യമന്ത്രി അനുശോചന കുറിപ്പിൽ അറിയിച്ചു. സഹകരണ പ്രസ്ഥാനങ്ങൾ ജനങ്ങളുടേതാണെന്ന് AC മൊയ്തീൻ MLA. സഹകരണ പ്രസ്ഥാനങ്ങൾ ജനങ്ങളുടേതാണെന്ന് AC മൊയ്തീൻ MLA പറഞ്ഞു. വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി KP മദനന്റെ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KP മദനന് MLA ഉപഹാരം സമ്മാനിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു.
നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ മുഖ്യാതിഥി ആയിരുന്നു. KD ബാഹുലയൻ മാസ്റ്റർ, MR സോമനാരായണൻ, മേരി തോമസ്, SSA ആസാദ്, TV സുനിൽകുമാർ, ഷീല മോഹൻ, അജിത് കുമാർ മല്ലയ്യ, CA ശങ്കരൻകുട്ടി, AK സതീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ഒരിടവേള. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്ര ചിന്തിക്കാറുള്ളൂ, ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ രണ്ടെണ്ണം മാറ്റല്ലേ, രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. സംസ്ഥാനത്ത് നാളെ മുതൽ മദ്യത്തിന് വില കൂടും. സംസ്ഥാനത്ത് നാളെ മുതൽ മദ്യത്തിന് വില കൂടും. സ്പിരിറ്റ് വില വർദ്ധിച്ചതിനാൽ മദ്യവില കൂട്ടണമെന്ന മദ്യവിതരണക്കാരുടെ ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം. ബെവ്കോയാണ് തീരുമാനമെടുത്തത്. ചില ബ്രാൻഡ് മദ്യത്തിന് മാത്രമാണ് വില വർധന. 10 രൂപ മുതൽ 50 രൂപ വരെയാണ് വില വർദ്ധിക്കുക. പുതുക്കിയ മദ്യവില വിവരപ്പട്ടിക ബെവ്കോ പുറത്തിറക്കി. 62 കമ്പനികളുടെ 341 ബ്രാൻഡുകൾക്ക് വില വർദ്ധിക്കും. അതേസമയം വില കുറയ്ക്കാനും തീരുമാനമുണ്ട്. 45 കമ്പനികളുടെ 107 ബ്രാൻഡുകൾക്കാണ് വില കുറയുക. സംസ്ഥാനത്ത് 15 മാസത്തിന് ശേഷമാണ് മദ്യത്തിന് വില വർദ്ധിപ്പിച്ച് കൊണ്ടുള്ള തീരുമാനം വരുന്നത്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനും ബിയറിനും വൈനിനും വില വർദ്ധിച്ചിട്ടുണ്ട്. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ പ്ലാന്റ് വിവാദം കത്തി നിൽക്കെയാണ് തീരുമാനം. ബെവ്കോ നിയന്ത്രണത്തിൽ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന ജവാൻ റം വില 640 രൂപയിൽ നിന്ന് 650 ഉയർത്തി. ബിയറുകൾക്ക് 20 രൂപ വരെ വില കൂടി. പ്രീമിയം ബ്രാൻഡുകൾക്ക് 130 രൂപ വരെ കൂടിയിട്ടുണ്ട്. എഥനോൾ വില കൂടിയതാണ് മദ്യവില കൂടാൻ കാരണമായി പറയുന്നത്. ഇതേ എഥനോൾ ഉൽപ്പാദിപ്പിക്കാനാണ് പാലക്കാട് ബ്രൂവറിക്ക് അനുമതി നൽകിയത്. പാലക്കാട് ബ്രൂവറി തുടങ്ങി എഥനോൾ ഉൽപ്പാദിപ്പിക്കാനായാൽ സംസ്ഥാനത്ത് മദ്യവിലയിലും ഇത് പ്രതിഫലിക്കുമെന്നാണ് സർക്കാരിന്റെ വാദം. വയനാട്ടിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും പാളിച്ച സംഭവിച്ചോ എന്ന് പരിശോധിക്കും. AK ശശീന്ദ്രൻ. വയനാട്ടിലെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എവിടെയെങ്കിലും പാളിച്ച സംഭവിച്ചോ എന്ന് പരിശോധിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. കടുവയെ പിടിക്കാൻ പോലീസ് അടക്കം 400 അംഗ ടീം സജ്ജമാണ്. ആവശ്യമെങ്കിൽ കൂടുതൽ സേനയെ എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് മുൻപ് ആക്രമണങ്ങൾ നടന്നപ്പോൾ എത്താൻ കഴിയാതിരുന്നതെന്നും മന്ത്രി പറഞ്ഞു. സർക്കാരിൻ്റേത് ആത്മാർത്ഥമായ സമീപനമാണ്, ജനങ്ങളുടേത് സ്വാഭാവിക പ്രതികരണവും. പ്രതിഷേധങ്ങൾ പല തലങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. പ്രതിഷേധം സ്വാഭാവികമാണ്. എന്നാൽ വേണ്ടാത്ത കൈകൾ കടന്നു വരുന്നതിൽ ജാഗ്രത വേണമെന്നും മന്ത്രി പറഞ്ഞു. വയനാട് ഭീകരനാടെന്ന പ്രതീതി ഉണ്ടാക്കുന്നത് ശരിയാണോ എന്ന് മന്ത്രി ചോദിച്ചു. പരസ്പര ധാരണയോടെ പ്രശ്നപരിഹാരം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വനമന്ത്രി എത്താൻ വൈകി എന്നത് ആക്ഷേപം മാത്രമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് മുൻപ് ആക്രമണങ്ങൾ നടന്നപ്പോൾ എത്താൻ കഴിയാതിരുന്നത്. അത് വനമന്ത്രിയുടെ അവഗണനയായി ചിത്രീകരിക്കരുതെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. മന്ത്രി കേളുവിനെ തടഞ്ഞത് പെട്ടെന്നുള്ള ജനരോക്ഷമായാണ് കാണുന്നത്. വയനാടിനായി ഒരു പ്രൊജക്ട് തയ്യാറാക്കിയിരുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ മാർച്ചിനുള്ളിൽ സമയബന്ധിതനായി തീർക്കുവാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. ജനപ്രതിനിധികളുമായി വേണ്ടി വന്നാൽ ചർച്ച ചെയ്യും. മന്ത്രി OR കേളു ചുമതല വഹിക്കും. പഞ്ചായത്തുകളുടെ കൂടെ സഹകരണം വേണമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിയും പുകഴ്ത്തി ഗവർണർ രാജേന്ദ്ര അർലേക്കർ. മുഖ്യമന്ത്രിയുമായി കഴിഞ്ഞ ദിവസം വികസിത കേരളം സംബന്ധിച്ച് സംസാരിച്ചു. മുഖ്യമന്ത്രിക്ക് അക്കാര്യം ബോധ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്ക് കേരളത്തെപ്പറ്റി കൃത്യമായ ദീർഘവീക്ഷണമുണ്ട്. വികസിത കേരളം എന്ന കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന്. തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വിയോജിപ്പുകളും ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. മനുഷ്യരാണ്, കൃത്രിമ യന്ത്രങ്ങളല്ല. ഒരുമിച്ച് സഞ്ചരിക്കേണ്ടവരാണ് തങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു.
എന്റെ സംസ്ഥാനത്തിനാണ് രാജ്യത്തെ ഏറ്റവും വലിയ സാക്ഷരത ഉള്ളതെന്നും അദ്ദേഹം അഭിമാനത്തോടെ പറഞ്ഞു. രാജ്യത്ത് ഒട്ടനവധി സൂചകങ്ങളിൽ കേരളം ഒന്നാമതാണ്. കേരളത്തിലെ ജനങ്ങൾ മികച്ചവരാണ്. മലയാളികൾ സിംഹങ്ങളാണ്. ഒരുപാട് മുന്നേറിയവരാണ്. ഇനിയും മുന്നേറാനുള്ള യാത്രയെക്കുറിച്ച് ഒന്നിച്ച് ആലോചിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. തലപ്പള്ളി താലൂക്ക് ആസ്ഥാനത്ത് നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ കെ രാധാകൃഷ്ണൻ MP പതാക ഉയർത്തി. ജനപ്രിയ സിനിമകളിലൂടെ മലയാളികളുടെ പ്രിയങ്കരനായ സംവിധായകൻ ഷാഫി അന്തരിച്ചു. ഷാഫിയുടെ വിയോഗത്തിലൂടെ നഷ്ടമായത് ജനപ്രിയ സിനിമകളുടെ സംവിധായകൻ എന്ന് പിണറായി വിജയൻ. സഹകരണ പ്രസ്ഥാനങ്ങൾ ജനങ്ങളുടേതാണെന്ന് AC മൊയ്തീൻ MLA. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.